ബീഫ് എന്ന് പറഞ്ഞാൽ അശ്ലീലമല്ല, ബീഫ് എന്ന് പറഞ്ഞാൽ വയലൻസ് അല്ല, ബീഫ് എന്ന് പറഞ്ഞാൽ നഗ്നതയല്ല. പിന്നെ എന്തിനാണ് സെൻസർ ബോർഡ് ഷെയ്ൻ നിഗമിൻ്റെ പുതിയ സിനിമയിൽ ബീഫ് ബിരിയാണി കഴിക്കുന്ന ഒരു ഭാഗം കട്ട് ചെയ്യണമെന്ന് പറയുന്നു? ഇന്ത്യയിലും കേരളത്തിലും നിയമപരമായി ഭക്ഷിക്കാൻ അനുവദിച്ചിട്ടുള്ള ഒരു ഭക്ഷണമാണ് ബീഫ്. അത് കഴിക്കുന്നൊരു ഭാഗം സിനിമയിൽ കാണിക്കാൻ പാടില്ല എന്ന് പറയാൻ സെൻസർ ബോർഡ് ആരാണ്? അതിനുള്ള അനുവാദം അവർക്ക് ആരാണ് കൊടുത്തത്? ഗുണ്ടായിസമാണ് നാട്ടിൽ നടക്കുന്നത്. മലയാളികളുടെ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ് ബീഫ്, നമ്മുടെ ഐഡൻറ്റിറ്റിയാണ്. നൂറ്റാണ്ടുകൾ കൊണ്ട് നമുക്കുണ്ടായ ഒരു ഭക്ഷണ രീതിയുടെ ഒരു ഭാഗമാണ് ബീഫ്, മാട് കറി വെച്ച് കഴിക്കുക എന്നുള്ളത്. ഉത്തരേന്ത്യക്കാരന്മാർക്ക് അത് താല്പര്യമില്ലെങ്കിൽ അവർക്കങ്ങനെ ആകാം. പക്ഷെ അവർക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് നമ്മളും അത് ഭക്ഷിക്കരുതെന്നും നമ്മുടെ സിനിമയിലും അത് കാണിക്കരുതെന്നും പറയാൻ സെൻസർ ബോർഡ് ആരാണ്? കഴിഞ്ഞ ആഴ്ച സുപ്രീം കോടതിയിൽ ഒരു കിളിപോയ ഒരു മതഭ്രാന്തൻ ചീഫ് ജസ്റ്റിസിൻ്റെ മണ്ടയ്ക്ക് ഒരു ഷൂസ് വലിച്ചെറിഞ്ഞ വാർത്ത നിങ്ങളൊക്കെ വായിച്ചു കാണുമല്ലോ. ഇപ്പോൾ ഈ വാർത്ത കേട്ടപ്പോഴും സെൻസർ ബോർഡ് എന്ന് പറയുന്ന ഒരു വർഗീയ ഭ്രാന്തന്മാരുടെ ഒരു കൂട്ടം നമ്മുടെ മലയാളികളുടെ ഭക്ഷണത്തിലേക്ക് അവരുടെ ഷൂസ് വാരി എറിയുമ്പോഴാണ് എനിക്ക് തോന്നിയത്. മലയാളികൾ ഒന്നിച്ചു നിന്ന് ഇതിനെ നേരിടണം. മലയാളികൾക്ക് സ്വന്തമായിട്ട് നമുക്കൊരു സംസ്കാരമുണ്ട്, നമ്മുടെ നൃത്തരൂപങ്ങളുണ്ട്, ഉത്സവങ്ങളുണ്ട്, ദൈവങ്ങളുണ്ട്. അയ്യപ്പൻ എന്ന് പറയുന്ന ദൈവം മലയാളികളുടെ മാത്രം ദൈവമാണ്. ഉത്സവങ്ങൾ, ഓണം, വിഷുവൊക്കെ കേരളത്തിൽ മാത്രമുള്ള ഉത്സവങ്ങളാണ്. ഇതുപോലെ തന്നെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇതുപോലുണ്ട്. അവരുടേതായ ഭക്ഷണങ്ങളുണ്ട്, അവരുടേതായ നൃത്തരൂപങ്ങളും ഉത്സവങ്ങളും എല്ലാം ഉണ്ട്. ഒരു സംസ്ഥാനത്തിൻ്റെ ഉത്സവം അല്ലെങ്കിൽ അവരുടെ ഒരു പ്രത്യേക രീതി മറ്റൊരു സംസ്ഥാനത്തിൻ്റെ രീതികളെക്കാളും വലുതാണെന്നോ സുപ്പീരിയർ ആണെന്നോ ഒരിടത്തും പറഞ്ഞു വെച്ചിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് മലയാളികളുടെ രീതികളോട് മാത്രം ഇത്രയൊരു ചൊറി, ഇത്രയൊരു ക്രിമികടി? അതിന് കാരണം ഒന്നേ ഉള്ളൂ. ഉത്തരേന്ത്യയിലുള്ള ചില ആൾക്കാർ, ചില ഏജൻസികൾ, BJP-യുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില ഏജൻസികൾക്ക് മലയാളികളോട് ഒരു പകയുണ്ട്. അവർ ചെയ്യുന്നതിന്, അവർ പറയുന്നതിന് അവരുടെ ഐഡിയോളജിയുടെയൊക്കെ നേരെ വിപരീതമായിട്ടാണ് എപ്പോഴും മലയാളികൾ ചെയ്യാറുള്ളത്. ആ ഒരു പകയുടെ ഭാഗമാണ് ഇതെന്നും നമുക്ക് വിചാരിക്കേണ്ടി വരും. എനിക്കെല്ലാവരോടും പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിതിനെ ചോദ്യം ചെയ്യണം, ഇതിനെതിരെ പോരാടണം. ഇപ്പോൾ ഈ സിനിമാ ഫീൽഡിലുള്ള 1-2 സംഘടനകൾ ഇതിനെതിരെ മുന്നോട്ട് വന്നിട്ടുണ്ട്. അവർ സമരം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മൾ അവരോടൊപ്പം ചേരുകയോ ഇതിനെ ചോദ്യം ചെയ്യുകയോ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയോ ഒക്കെ ചെയ്യണം. ഇത് അനുവദിക്കാൻ പാടില്ല. ഇത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ സംസ്കാരവും നമ്മുടെ ഭാഷയും നമ്മുടെ ഭക്ഷണവും എല്ലാം നമുക്ക് വലുതാണ്. അതിനെ സംരക്ഷിക്കേണ്ട ചുമതല നമുക്കുണ്ട്. എല്ലാവരും രാഷ്ട്രീയവും ജാതിയും മതവും എല്ലാം മാറ്റിവെച്ചിട്ട് ഒരുമിച്ച് നിൽക്കുക. അത്രയും എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു.